ഗൃഹസ്ഥാശ്രമധർമാന്യ ജനദാഹ്യവമന്യത്തെ തസ്യാ ഗച്ഛത്യധോ ഭൂതിഃ പ്രഭാവോഭ്യുദയോപി ച. യാ ജനതാഹി ഗൃഹസ്ഥാശ്രമധർമാൻ, യാതൊരു ജനതയാണോ ഗൃഹസ്ഥാശ്രമധർമ്മങ്ങളെ അപമാനിക്കുന്നത് തസ്യാഭൂതി പ്രഭാവഃ, അവന്റെ ഐശ്വര്യവും ശക്തിയും അഭ്യുദയഃ അപിച, മേന്മയും അധഃ ഗച്ഛതി, അധപ്പതിച്ചു പോകും. അപ്പൊ ചില ആളുകൾ ഈ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെ അപമാനിക്കും. അപ്പൊ എങ്ങനെ അപമാനിക്കുന്നത്? ഗുരു പറഞ്ഞതുപോലെ പഞ്ചധർമ്മങ്ങളും പഞ്ചമഹായജ്ഞങ്ങളും ഒന്നും ചെയ്യാതെ അനുഷ്ഠിക്കാതെ ജീവിതത്തിൽ ഒരു ദൂർത്തടിച്ച് കളയാന്ന് പറയില്ലേ, വിഷയലംബടനായി ധാരാളിയായി ഒരു ഉപഭോഗിയായി ഇതിലൊന്നും ശ്രദ്ധിക്കാതെ ജീവിക്കുകയാണെങ്കിൽ ഈ ഗാർഹസ്ഥ്യ ജീവിതത്തെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അപമാനം എന്ന് പറയുന്നത്. നമുക്ക് ലഭിച്ചിട്ടുള്ള നല്ല ഒരു ജീവിതത്തെ നമ്മൾ തുലച്ചു കളയും, ഇതൊന്നും അറിയാതെ, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഇതിനെ അവഹേളിക്കുന്ന തരത്തിൽ ഈ ധാർമ്മിക അടിത്തറകളെ മാനിക്കാതെ ജീവിക്കും. മദ്യപാനിയായി ഒക്കെ ജീവിക്കും, ഹിംസാലുവായി ജീവിക്കും. അത് അപമാനമാണ്. അവർക്ക് എന്തുണ്ടാകുന്നു? ഐശ്വര്യവും ശക്തിയും മേന്മയും നശിക്കും. അങ്ങനെയാണ് വമ്പന്മാരായ പല സമ്പന്നന്മാരും പിന്നീട് തകർന്ന് തരിപ്പണമായിട്ട് പോയിട്ടുള്ളത്. വലിയ തറവാടുകളൊക്കെ, പണ്ടുകാലത്ത് വലിയ വലിയ തറവാടുകളൊക്കെ നിങ്ങൾ കേരളത്തിൽ പലയിടത്തും പോയി നോക്കുമ്പോൾ കാണാം. വലിയ മാളികകളൊക്കെ അത് കെട്ടിപ്പൊക്കാൻ പോലും കഴിയാതെ ചിതലരിച്ച് കിടക്കുന്നതൊക്കെ. എന്തുകൊണ്ടാ? ആനയുണ്ടായിരുന്ന കുടുംബമായിരുന്നു എന്ന് പറയും. ആനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വീടാണ്. ഇന്ന് ബെൻസ് കാർ ഉണ്ട് എന്ന് പറയുന്നത് പോലെയാണെന്ന് ആനയുണ്ടായിരുന്നു എന്ന് പറയുന്നത്. കാരണം അവർ ജീവിതം ഗാർഹസ്ഥ്യധർമ്മം വേണ്ട വിധത്തിൽ അനുഷ്ഠിച്ചില്ല, ഗാർഹസ്ഥ്യത്തെ അപമാനിച്ചു. അതുകൊണ്ടാണ് അവർക്ക് അധപ്പതനം ഉണ്ടായത്, ഐശ്വര്യങ്ങൾ നശിച്ചു പോയത്, അവരുടെ ശക്തി നശിച്ചു പോയി. അപ്പം നമ്മൾ ഗൃഹസ്ഥാശ്രമത്തിലൂടെ ശക്തിയും ഐശ്വര്യവും ആർജിക്കണം. അത് എന്നിട്ട് മോക്ഷത്തിലേക്ക് കൊണ്ടുപോകണം. ധാർമ്മിക അടിത്തറയുണ്ടെങ്കിൽ മാത്രമാണ് മോക്ഷപ്രാപ്തി സാധ്യമാവുകയുള്ളൂ.